ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജനസാഗരമാണ്. അതായത് ഗംഗാ ആരതി എന്ന് പറയും. ദശലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് ആ ഗംഗാ നദിയുടെ തീരത്ത് നടത്തുന്ന ആരതിയാണ് ഗംഗാ ആരതി എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ മഹാക്ഷേത്രങ്ങളായ ഒന്നായ കാശി വിശ്വനാഥൻ്റെ ആ ഗംഗാദേവി അനുസ്മരിച്ചുകൊണ്ട് ദശകോടി ഭക്തജനങ്ങളാണ് ഇന്ന് ഒഴുകി ആ ജലത്തിൻ്റെ അടുത്ത് നിന്ന് ആ ഗംഗാ ആരതി ഉൾക്കൊള്ളിക്കുന്നത്. ദശലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാലും മതിയാകത്തില്ല. ഒത്തിരി അങ്ങനെ ഒഴുക്ക് പോലെ ആ ജനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ഒരു ചൈതന്യവും വിശ്വാസവുമാണ് ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരമപവിത്രമായിട്ടുള്ള ഗംഗാ നദിയുടെ തീരത്ത് ഗംഗാ ആരതി നടത്തുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഭക്തരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശലക്ഷം അല്ല, ഒട്ടനവധി കുഞ്ഞുങ്ങൾ മുതൽ വലിയ വലിയ മഹത് വ്യക്തികൾ വരെ ഈ ഗംഗാ ആരതിയിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു സാന്നിധ്യം ലഭിച്ചത് വളരെയധികം ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആ ഗംഗാ ആരതി നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ഉണർവും ഒരു ചൈതന്യവും നമുക്ക് കിട്ടിക്കൊണ്ട് ആ ഗംഗാ ആരതി സാന്നിധ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാ തീർത്ഥത്തിൻ്റെ നദിയിൽ ഭഗവാന്റെ ഗംഗാ ആരതി ആണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പവിത്രമായിട്ടുള്ള